സാറിനെ കുറിച്ചും പ്രത്യേകിച്ച് ഒരു ആമുഖത്തിന്റെ ഒന്നും ആവശ്യമില്ല. സുരേഷ് സാർ പറഞ്ഞ പോലെ അവരുടെ ചോദ്യം നേരിട്ട് കിടക്കുകയാണ്. നമ്മുടെ സദസ്യർക്ക് മൈക്ക് കൈമാറുന്നതിന് മുമ്പേ എനിക്ക് 2 ചോദ്യങ്ങൾ ഇദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. ആദ്യത്തത് ഒരു വോയിസ് ക്ലിപ്പിനെ ആധാരമാക്കിയിട്ടാണ്. അത് മലയാളത്തിലെ ഒരു പ്രിയ എഴുത്തുകാരി MT യെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം. അതിനെ പറ്റിയിട്ട് ഞാനത് ചോദ്യങ്ങൾ അതിന് ശേഷം ചോദിക്കും. ഈ സിഗരറ്റ് വെച്ച് വെച്ചിട്ട് പിന്നെ പറഞ്ഞിട്ടോ അതാ വീട്ടിലും അങ്ങനെ ചെറുക്കില്ല, വീട്ടിലെങ്കിലും ചെറുക്കല്ലേ പാവാണ് ശുദ്ധരാ. പക്ഷെ അറിയോ നമ്മള് ശരീരത്തിന്റെ അളവിന്റെ അപ്പൊ വലിയ വരും കട്ടിന് അറിയല്ലോ ചുണ്ടിലുള്ള ദേശീയ ഇതൊരു പാവാണ്. മുഖഭാവം എങ്ങനെയെന്ന് വെച്ച് നടക്കല്ലോ. ദാറ്റ്സ് ഓൾസോ ഒരു വേ ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. ഒരു പരിചയം കൊണ്ട് നടക്കാൻ വരിക. ആ മുഖം എൻ്റെ ഒരു മുഖമല്ല, എൻ്റെ ഒരു പരിചയമായിട്ട് ഉപയോഗിക്കുക. അത് ശരി, ആളെ പേടിപ്പിച്ചൊന്ന് ഒതുക്കാൻ ക്രിറ്റിസിസം കിട്ടാതിരിക്കാം. എനിക്കറിയാം ആ മുഖം എപ്പോഴെങ്കിലും ഒരിക്കലും നിലത്ത് വെച്ച് നോർമലായിട്ട് കടന്നു പോകണ്ട അധിവാസിനോട് സംസാരിക്കുക. അപ്പോൾ എന്റെ ചോദ്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളിയുടെ പ്രിയപ്പെട്ട MT സാറിന്റെ പ്രിയപ്പെട്ട വാസുവേട്ടൻ ചിരിക്കാറില്ലായിരുന്നു. സാറ് പറഞ്ഞൊരു കാര്യം എനിക്കകത്ത് ചേർക്കാനുണ്ട്. തനിക്കു തന്നെ അന്യനായി തീർന്ന് പ്രച്ഛന്ന വേഷം കെട്ടി പകർന്നാടി മറയുന്ന നാഗരികനായ MTയുടെ അപരസ്വത്വത്തെ കുറിച്ച് താങ്കൾ എഴുതിയിട്ടുണ്ട്. എന്തിനായിരുന്നു ഈ പകർന്നാട്ടം? ഒരു കുഴക്കുന്ന ചോദ്യമാണ്. ഏതായാലും അതിനു മുമ്പ് നിങ്ങൾ ഈ കാണിച്ച അത് ഗംഭീരമായിട്ടോ. അത് വിനോദനും വിജയകൃഷ്ണനും സത്യനും ആരൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാ അഞ്ജന ഉണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും അഭിനന്ദനം. മാധവക്കുട്ടിയുടെ ശബ്ദമാണ് നേരത്തെ കേൾപ്പിച്ചത്. അതെ, മാധവക്കുട്ടി പറഞ്ഞതിലൊരു വാസ്തവം. മാധവക്കുട്ടി ചെറുപ്പത്തിൽ അറിയാം, അച്ഛൻ്റെ നാട്ടുകാരിയാണ്. MTയുടെ അച്ഛൻ്റെ വീട് പുന്നേർകുളത്താണ്. അപ്പം അന്ന് കുറച്ചു കാലം മാധവ് അവിടെ താമസിച്ച് പഠിച്ചിട്ടുണ്ട് MT. അക്കാലത്ത് കാർത്തിയാനോപ്പുവിൻ്റെ ബന്ധു ഒരാൾ ഇവിടെ കണ്ടു. അല്ല, കാർത്തിയാനോപ്പുവിൻ്റെ കൂടെ സ്കൂളിൽ ജൂനിയർ ക്ലാസ്സിൽ കാർത്തിയാനോപ്പിൻ്റെ ഒപ്പമായിരുന്നു മാധവക്കുട്ടി. അപ്പോൾ ഇവിടെ ചോറ്റുപാത്രം പിടിച്ച് പിന്നാലെ നടന്നൊരു കുട്ടിയായിട്ട് ജീവിച്ചിട്ടുണ്ട്. ആ കാലം മുതൽക്ക് മാധവക്കുട്ടിക്ക് MT അറിയാം. പാവാണ്, ശുദ്ധനാണെന്ന് പറഞ്ഞത് സത്യമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ MTക്ക് ആളുകളെ അങ്ങനെ പ്രിയം പറഞ്ഞ് കൂടെ നിർത്താൻ അറിയില്ല, ഭംഗി വാക്ക് പറയാനറിയില്ല. അതുകൊണ്ട് കൃത്രിമമായിട്ട് പെരുമാറാൻ അറിയാത്തത് കൊണ്ട് അദ്ദേഹം തൻ്റെ സ്വത്വത്തെ ഒരു ഗൗരവം കൊണ്ട് മറച്ചു വെച്ചു. പിന്നെ പത്രാധിപരായിരുന്ന കാലത്ത് പത്രാധിപന്മാരായവർക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ ആവശ്യമായിട്ട് വരും. അപ്പം അവരെ ഒന്നുകിൽ പറഞ്ഞ് മുഷിപ്പിക്കേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ നിലയ്ക്ക് പ്രയാസം വരും. അപ്പം അക്കാലത്താണ് ഇത് കൂടുതൽ ഉപരെടുത്ത് അണിഞ്ഞത്. പത്രാഫീസിൽ ഇങ്ങനെ ഗൗരവത്തോടെ ഇരിക്കും. സിനിമക്കാരനായപ്പോൾ അതാണ്. 60 സിനിമ ചെയ്തു, 6 സിനിമ സംവിധാനം ചെയ്തു. അപ്പം അവസരം തേടി വരുന്നവർ, ഇങ്ങനെ അനവധി ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ MTക്ക് ബുദ്ധിമുട്ടാണ്. അത് MT വളരെ സ്വകാര്യ നിമിഷങ്ങളിൽ, ഗ്രാമീണനായി മാറുന്ന നിമിഷങ്ങളിൽ നന്നായി ചിരിക്കും, തമാശ പറയും, മണിക്കൂറുകളോളം വേണമെങ്കിൽ പറയും. നാട്ടിലെ കഥകൾ എന്നോട് വ്യക്തിപരമായി തന്നെ പല സമയത്തും അത് എഴുതാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ സംബന്ധത്തിന് പോകുമ്പോൾ ഒരു മേനോൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ നായ റാന്തലുകളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചു പോകും. സാധാരണ കാര്യസ്ഥനാണ് റാന്തലുകൾക്കായിട്ട് പിന്നാലെ വരിക. ഒരു നായയെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ അവിടെ ജീവിച്ചിരുന്ന ഒരാളാണ്. അതൊന്നും MT എഴുതിയില്ല. അതുപോലെ കുട്ടിനാരായണൻ എന്ന് സ്വർഗം തുറക്കുന്ന സമയത്തിൽ പറയുന്നില്ലേ, ആളുകളെ മരിപ്പിക്കുന്നൊരു കഥാപാത്രം. കുട്ടിനാരായണൻ, നീ മരിക്കുമ്പോൾ ആരാ ഉണ്ടാവുക എന്ന് ചോദിക്കില്ലേ. ആ കുട്ടിനാരായണൻ എന്ന് പറഞ്ഞ ആളുടെ പേര് ഗോപിനായിരുന്നു. ഗോപിയെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞു. അവസാനം MT ചെന്നപ്പോൾ ഗോപിയേട്ടൻ കാണാൻ വന്നു. വാസു, നീ പൂവായോ എന്ന്. ആ പൂവാണ് ഗോപിയേട്ട. നീയേ ആ തള്ളെ പോയിട്ടൊന്ന് കണ്ടോ, ആ തള്ളയുടെ കണ്ണും മൂറൊന്നും അത്ര നന്നല്ല, കണ്ടോളാൻ പോകും. ഈ തള്ളാന്ന് പറയുന്നത് കൊടുക്കുന്നത് കാലമേ. അപ്പോൾ ഇയാൾ ഞാൻ പോയിരുന്നപ്പോൾ തള്ളയുടെ കണ്ണും മൂറും നീ ചെല്ലാത്തതുകൊണ്ട്
പരിഭവം ഉണ്ടെന്നാ, ഭഗവതിക്ക് പരിഭവം ഉണ്ടെന്നാണ് ആ തള്ളെ പോയത് കണ്ടപ്പോൾ. ഈ വാസ്തവത്തിൽ നിർമാല്യത്തിൽ MT പറയുന്ന തുപ്പി എന്ന് പറയുന്ന ഒരു നിന്ദയല്ല. നാട്ടുമ്പുറത്ത് ഭഗവതിയോട് അത്ര അടുപ്പുള്ള ആൾക്കാർ ഒരുമ്പട്ടോളെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്നോട് ഇതേ ചെയ്തതെന്നൊക്കെ ഭഗവതിയോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഭഗവതിയായിട്ടുള്ള ബന്ധം വാസ്തവത്തിൽ അത്തരത്തിലുള്ള ഒന്നായിട്ടാണ് ഗ്രാമത്തിൽ കണ്ടത്. അതുകൊണ്ടാണ് തള്ളാതെ വിളിക്കുന്നത്. ഇപ്പം പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ആ തള്ളയെ നീ ഒന്ന് പോയിട്ട് കണ്ടോ, അതിൻ്റെ കണ്ണുമൂറൊന്നും ശരിയല്ല, ചിലത്തിൽ വലിയ പരിഭവം ഉണ്ടെന്ന് പോയി കണ്ടോ എന്ന് പറയുമ്പോൾ ആ ഗോപേട്ടനാണ് ഈ കുട്ടിനാരായണൻ. അപ്പം അങ്ങനത്തെ കഥകൾ പറയുമ്പോൾ വാസേട്ടൻ വാചാലനാകും. ഞാൻ അവസാനം ഉപയോഗിച്ചിരുന്നൊരു തന്ത്രം, അധികം സംസാരിക്കാത്തപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കൂടുതലൂടെ കഥ എടുത്തിടും. ഉടനെ പറയും, ആ അത് ചോലയിലെ വല്യമ്മ ഉണ്ടായിരുന്നതാണ്, കാഴ്ചയിലെ ആ വല്യമ്മ, ചോലയിലെ വല്യമ്മ, MTയുടെ താവഴിയിലൊരാളാണ്. അപ്പം അങ്ങനെ ഉള്ളിൽ തട്ടി ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഇഷ്ടമുള്ള ആളുകളോട് അദ്ദേഹം പറയും, ചിരിക്കും, നന്നായി ചിരിക്കുന്നുണ്ട്, തമാശ പറയും. അത് അദ്ദേഹം എടുത്തണിഞ്ഞ ഒരു മുഖം മൂടിയാന്ന് പറഞ്ഞുകൂടാ, നേരത്തെ പരിച എന്നാണ് പറഞ്ഞത്, ആളുകളെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തണിഞ്ഞ ശുദ്ധനായതുകൊണ്ടും നല്ലവനായതുകൊണ്ടും പലപ്പോഴും താൻ അങ്ങനെ വെളിപ്പെടേണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, എൻ്റെ പരിമിതികളോടുകൂടി എന്നെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നവർ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി. എൻ്റെ പരിമിതികളോടുകൂടി എന്നെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നവർ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി. അങ്ങനെ ആളുകളെ സന്തോഷിപ്പിക്കാനും പ്രീണിപ്പിക്കാനും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു പ്രകടനവും ഇല്ലാതെയും കോടിക്കണക്കിന് ആളുകൾ MTയെ സ്നേഹിച്ചത് MTയുടെ ആന്തരിക സൗന്ദര്യം കണ്ടിട്ടാണ്. ആ ആന്തരിക സൗന്ദര്യം സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും അത്രമേൽ പരിഗണനയുടെ എത്രയോ ആളുകളെ പറയാത്ത ഒരുപാടുണ്ട്. തിരവട്ടത്ത് പ്രാന്താശുപത്രിയിലെ ഉപദേശസന്ധിയിൽ MTയുടെ അപ്പോൾ ആദ്യത്തെ ഉപദേശസന്ധി മീറ്റിംഗ് പോയപ്പോൾ പൂനൂർ K. കരുണാകരൻ എന്ന് പറഞ്ഞൊരു കവിയുണ്ട്, അദ്ദേഹമായിരുന്നു അവിടുത്തെ സൂപ്രണ്ട്. അപ്പം അന്ന് രോഗം മാറിയിട്ട് 15 പേര് അവിടെ കഴിയാണ്. വീട്ടുകാർ ഏറ്റെടുക്കുന്നില്ല. അവൻ്റെ ആരും കൊണ്ടുപോകില്ല, ഭ്രാന്ത് മാറും. അന്ന് ഒരു സൗകര്യമില്ലാത്ത ആശുപത്രി. ആ കാലത്ത് കുതിരോട്ടം പ്രാന്താശുപത്രി വെച്ചാൽ ജയിലൊന്നുമല്ല, അത്ര ഭീകരമാണ്. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ വരെ പറഞ്ഞേക്കാൻ പൈസ കിട്ടുന്നില്ല. അതിന് വേണ്ടിയാണ് നിങ്ങളെയൊക്കെ വിളിച്ചതെന്നുള്ളൂ. ആരും ഒന്നും പറഞ്ഞില്ല, ആരും ഒന്നും ഓഫർ ചെയ്തില്ല. ആ കമ്മിറ്റി പിരിഞ്ഞപ്പോൾ പൂനൂർ കരുണാകരൻ്റെ അടുത്ത് നിന്ന് MT ചോദിച്ചു, എത്ര ചിലവ് വരും, എത്ര ഒരു എമൗണ്ട് പറഞ്ഞു. പോക്കറ്റിൽ കൈയിട്ട് അപ്പം അത് കൊടുത്തു, ബാക്കി പണത്തിന് ചെക്ക് കൊടുത്തു. അന്ന് ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചത് അങ്ങനെയാണ്. എത്രയോ കുട്ടികൾ അദ്ദേഹം പേര് പറയാതെ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ചു. ഒരു ചങ്ങാതി സ്ഥിരമായിട്ട് MTയെ കാണാൻ തുഞ്ചപ്പറമ്പിൽ വരും. ആരുമില്ലാത്ത സമയം നോക്കി പതുങ്ങി നിന്ന് അകത്ത് കയറും. അപ്പം തന്നെ പോരുകയാണ്. ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നാരായണൻ നായരുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചത്, ആരാ ഈ പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ട്, പണ്ട് സിനിമ എടുത്ത് പൊളിഞ്ഞു പോയൊരു മുതലാളിയാണ്, ഇപ്പോൾ യാതൊരു ഗതിയുമില്ല ജീവിക്കാൻ, MT സഹായിക്കുന്നത് കൊണ്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ഇരുചെവി അറിയാതെ എത്രയോ പേരെ സഹായിച്ചു, എത്രയോ പേർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു. സുരാസുവിന് വീടുണ്ടാക്കാൻ ചെയർമാനായി പണം വെച്ച് വീടുണ്ടാക്കി. അവിടെ സുരാസുവിന് താമസിക്കാൻ പറ്റിയില്ല. അങ്ങനെ പല കാര്യങ്ങളും ഇരുചെവി അറിയാതെ ചെയ്തിട്ടുണ്ട്. അതൊന്നും അദ്ദേഹം ഘോഷിക്കാറില്ല. കുടുംബത്തിൽ എത്ര പേരെ സഹായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇത്ര ആർദ്രത ഉള്ളിലില്ലെങ്കിൽ ഇത്രയേറെ ആർദ്ര നിമിഷങ്ങൾ എഴുതാൻ പറ്റില്ല. നമ്മളെ നെഞ്ച് കെട്ടിക്കുന്ന ആർദ്ര നിമിഷങ്ങൾ എഴുതണമെങ്കിൽ അത്രമേൽ ആർദ്രത ഉള്ളിലുണ്ടായിരുന്നു. അത് അദ്ദേഹം പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമേ. നാട്ടും പുറത്തുകാർ നാളികേര പാകമാണ്, പുറം കഠോരം, പക്ഷേ അകത്ത് എന്നാൽ ഇളനീർ തെളി മധുരമുള്ള ആ സ്നേഹം കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയും, MTയോടും സ്നേഹമുള്ള ആളുകളെ ഞാൻ എഴുത്തുകാരിലധികം കണ്ടിട്ടില്ല. കാപട്യമില്ലാത്ത പലരും ഈ കാണിക്കുന്ന സ്നേഹം അടുത്ത് ഇടപഴകുമ്പോൾ മനസ്സിലാവും. ദൂരെ നിന്ന് നോക്കുമ്പോൾ സ്വർണ്ണക്കാലുകളാണെന്ന് വിചാരിച്ച് അടുത്ത് ചെന്നാൽ അത് സ്വർണം പൂശിയ കളിമൺ കാലുകളാണെന്ന് മനസ്സിലാവും. MTയുടെ എത്ര അടുത്ത് ചെന്നാലും ആ കാണപ്പെട്ടതിൽ കള്ളത്തരം ഒന്നുമില്ല എന്ന് മനസ്സിലാവും. എൻ്റെ രണ്ടാമത്തെ ചോദ്യം കുറച്ച് നീണ്ടതാണ്. MTയുടെ കഥകളും നോവലുകളും ഒക്കെ കുറെ മുമ്പേ വായിച്ചത്. ഈ അടുത്ത് അസുരവിത്ത് വീണ്ടും വായിച്ചു. വാരണാസി ആദ്യമായിട്ടാണ് വായിക്കുന്നത്. അതിൻ്റെ കൂടെ MTയെ കുറിച്ച് ഏറ്റവും മനോഹരം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ലേഖന സമാഹാരം വായിച്ചു. MT ദേശം വിശ്വാസം പുരാവർത്തകൻ. ഇയാളെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സത്യമാണ്. അത് വായിച്ചപ്പോഴാണ് മണ്ണാർക്കാട് സൈലന്റ് വാലി മലനിരകളിൽ നിന്ന് വരുന്ന തൂതപ്പുഴയും ആനമലയിൽ നിന്ന് വരുന്ന ഭാരതപ്പുഴയും ഒരുമിച്ച് കൂടുന്ന കൂടല്ലൂരിനെ കുറിച്ചും താന്നിക്കുന്നിലെ മനോഹരമായ ഉദയത്തെക്കുറിച്ചും നരിവാളൻ കുന്നിലെ അസ്തമയത്തെക്കുറിച്ചും വിശുദ്ധമായ ഏകാന്തതയുടെ ഇടങ്ങളായ ഇടവഴികളെ കുറിച്ചും കുടിക്കുന്നത്ത് കാവലമ്മയെ കുറിച്ചും കണ്ണാന്തളി പൂക്കളെ കുറിച്ചും ഒക്കെ ആഴത്തിൽ അറിയുന്നത്. ആ അറിവ് നൽകിയ MT വായനാനുഭവം ഒന്ന് വേറെ തന്നെയായിരുന്നു. അതിൽ താങ്കൾ എഴുതി,
പുഴയും കരയും കാലവുമെല്ലാം മാറുകയാണ്. താങ്കൾ എഴുതി പുഴയും കരയും കാലവുമെല്ലാം മാറുകയാണ്. MTയുടെ തറവാട്ടു പടിക്കൽ നിന്നും പുഴക്കരയിലെ റോഡ് വരെ നീണ്ടുകിടന്നിരുന്ന വയൽപ്പരപ്പ് മുഴുവൻ മണ്ണിട്ട് നികത്തി കഴിഞ്ഞു. താന്നിക്കുന്നിൻ മുകളിലെ മേച്ചിൽപ്പറമ്പ് മുഴുവൻ കുടികിടപ്പുകളായി. നരിവാളൻ കൊണ്ട് പകുതിയോളം മണ്ണെടുപ്പ് കരാറുകാർ JCB കൊണ്ട് മാന്തി ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി. താങ്കൾ എഴുതിയ പോലെ ഒരു കാലഘട്ടത്തിന്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഇച്ഛകളെയും നിർണയിച്ച സർഗാത്മകതയുടെ മനുഷ്യഭൂമി ശാസ്ത്രങ്ങൾ യന്ത്രമെടുത്തു കൊണ്ടുപോവുകയാണ്. എല്ലാം നശിച്ചു പോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കും എന്ന പ്രത്യാശ ഇതൊരു നെഗറ്റീവ് ഉത്തരം തരാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പോസിറ്റീവായിട്ട് പറയുന്നു. സത്യത്തിൽ MTയെ പ്രചോദിപ്പിച്ച മാത്രമല്ല, നമ്മളെയൊക്കെ രൂപപ്പെടുത്തിയെടുത്ത ഒരു കേരളീയ ഭൂമിശാസ്ത്രവും ആ ഭൂമിശാസ്ത്രത്തോട് ചേർന്ന മനുഷ്യ മനഃശാസ്ത്രവും മാറിക്കഴിഞ്ഞു. അവിടെ നാഗരികത വന്ന് മനുഷ്യൻ്റെ മനസ്സിനെയാണ് മാറ്റിയത്, ഭൂമിയെ മാത്രമല്ല. മല്ലൂർ കയമിനി ചൊല്ലു മാത്രം മല്ലൂരത്തേവർ തെരു ദൈവം ശാന്തഗംഭീരമായി പൊങ്ങി നിൽക്കും അന്തിമഹാകാളൻ കുന്നുപോലും ജൃംഭിത യന്ത്രക്കിടാവെറിയും പമ്പരം പോലെ കറങ്ങി നിൽക്കും. 52 ഇടശ്ശേരി എഴുതിയത്. അന്ന് യന്ത്രക്കിടാവായിട്ടുള്ള JCB വന്നിട്ടില്ല. അപ്പം ആ ഭൂമിശാസ്ത്രമൊക്കെ മാറി. MT പറഞ്ഞു, ഒരിക്കൽ കുമ്പിടി നിന്ന് തൃത്താല വരെയുള്ള വഴി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഡ്രൈവുകളിലൊന്നായിരുന്നു. ഒരു വശത്ത് നിറഞ്ഞ പുഴ കാണാം, അപ്പുറത്ത് കുന്നൻപുറങ്ങൾ കാണാം. അവിടെ കാട് പിടിച്ച് കാണാൻ പറ്റാത്ത വിധത്തിലായി. ഞാൻ നേരത്തെ പറഞ്ഞ കോഴി വേസ്റ്റാണ് വന്ന് വീഴുന്നത്. നദിയുടെ മുഖം അതിവികൃതമായി. MT അവസാനം കൂടലൂർക്ക് വരാതിരുന്നത് എനിക്ക് ആ നദി കാണാൻ വയ്യ. നദി കാണാൻ വേണ്ടി അദ്ദേഹം നദിയുടെ തീരത്തൊരു സ്ഥലം വാങ്ങി അശ്വതി എന്ന പേരിൽ ഒരു വീടുണ്ടാക്കി വെച്ചിരുന്നു. ആ വീട്ടിലേക്ക് അവസാന കാലത്തൊന്നും വന്നിട്ടില്ല. അവസാനം MT കൂടലൂർ വന്നത് ഞാൻ വിളിച്ചിട്ട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രോഗ്രാം അവിടെ വെച്ചു. മനോജ് D വൈക്കത്തിൻ്റെ ഒരു ചിത്രപ്രദർശനം MTയുടെ നാലുകെട്ടിനെ കുറിച്ച്. അത് കോവിഡിന് മുമ്പാണ്, 2019. അതിനുശേഷം MT കൂടലൂർ വന്നിട്ടില്ല. അപ്പോൾ ആ നദി കാണാൻ പറ്റാത്ത വിധം MTക്ക് തന്നെ തോന്നിയിരുന്നു. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിലും നമുക്ക് പ്രത്യാശിക്കാം, കാലം മാറി വരും, കാറ്റിൻ ഗതി മാറും, കടൽ വറ്റി കരയാകും, കടൽ പിന്നെ കരയാകും, കഥ ഇത് തുടർന്നു വരും. അതുപോലെ വീണ്ടും ഒരു നാൾ കുഞ്ഞുങ്ങൾ വരും. ശിലാലിഖിതത്തിലെ കുട്ടിയെപ്പോലെ ഈ നാട് വീണ്ടും പച്ചപ്പ് കൊണ്ടുവരുത്തുന്ന കുട്ടികൾ വരും എന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അടുത്ത തലമുറ ഇത് മനസ്സിലാക്കും. കുടിവെള്ളം മുട്ടി മരിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഇപ്പോൾ പുഴയെ പുനരുജ്ജീവിപ്പിക്കുന്നത്, അത് വിഷയം മാറിയാണ്. മരിച്ചുപോയ ശോഭീന്ദ്രൻ മാഷ്ട നേതൃത്വത്തിൽ കുറേ കുട്ടികളാണ് കോഴിക്കോട്ട് ഒരു മരിച്ച പുഴയെ ജീവിപ്പിച്ചു. നിങ്ങൾ പത്രത്തിൽ വായിച്ചു? വലിയ വാർത്താ പ്രാധാന്യമൊന്നും കിട്ടിയില്ല. 3.5 കൊല്ലം കൊണ്ട് കോഴിക്കോട്ടൊരു ഗ്രാമത്തിലൂടെ ഒഴുകിപ്പോയിരുന്ന പൂർണ്ണമായും മരിച്ചു കഴിഞ്ഞൊരു നദിയെ സ്കൂൾ കുട്ടികളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ശോഭീന്ദ്രൻ മാഷ്ട നേതൃത്വത്തിൽ ജീവിപ്പിച്ച് ആ പുഴ ഒഴുകുന്നത് കാണാൻ ഞാനിവിടെ പോരും. അപ്പോൾ കുട്ടികളെ നമ്മൾ അവിശ്വസിക്കേണ്ട. അവർക്ക് നല്ലത് കൊടുത്താൽ അവർ മരിച്ച പുഴകളെ പുനരുജ്ജീവിപ്പിക്കും. അങ്ങനെയും ഒരു കാലം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നെഗറ്റീവ് ഉത്തരം പറയുന്നില്ല. മൈക്ക് സദസ്സിന് കൈമാറുകയാണ്. കുറിച്ച് കൂടുതലാണെങ്കിലും വലിയൊരു അവസാനമില്ല. എത്ര പതിറ്റാണ്ടാണ് കൂടുതലുള്ളത്? 2.5 പതിറ്റാണ്ട്. 3.5 പതിറ്റാണ്ട്. MT സാഹിത്യോത്സവത്തിൽ കുട്ടികളെ കുറിച്ച് സംസാരിച്ചത് സംസാരിക്കല്ല, ഒരു ചോദ്യം ചോദിക്കാൻ അവസരം ഹേമ അവതരിപ്പിച്ചു കുട്ടികളെ. നമസ്കാരം സാർ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ കാലത്തില് മുതിർന്ന വായനയിലേക്ക് ഞങ്ങൾ കടക്കുന്നത് MTയിലൂടെയാണ്. ഇപ്പോഴും അടുത്ത് നിൽക്കുകയാണ്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സാറ് പറഞ്ഞ ഒരു കാര്യം, എന്താണ്, MT സാറിന്റെ ഒരു വരിയോ വാക്കോ പോലും വായിക്കാൻ പറ്റാതെ ഇല്ല എന്നുള്ളതാണ്. ഏത് സന്ദർഭത്തിലും ആർക്കും ഏത് പ്രായക്കാർക്കും വായിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. എനിക്കൊന്ന് അദ്ദേഹം എഴുതിയതുപോലെ
ഞാൻ ഒരുപാട് വായിച്ചിട്ടില്ല, പക്ഷെ എന്നാലും അദ്ദേഹം എഴുതിയതുപോലെ എഴുതാൻ ഇനി ആർക്കെങ്കിലും കഴിയുമോ എന്നറിയില്ല. അതുകൊണ്ട് എനിക്ക് ചോദ്യങ്ങളൊന്നുമില്ല. ഇത്രേ പറയാനുള്ളൂ. ആ MT സാറിന്റെ കഥകളിലും എന്താണ് നോവലുകളിലും തിരക്കഥകളിലും ഒക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ തന്നെ അതിൽ തന്നെ അങ്ങനെ ജീവിച്ചു പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. തീർച്ചയായിട്ടും ഈ കൂടല്ലൂർ MT ഒരു ഒഴിയാബാധയാണെന്ന് ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പം MT പറഞ്ഞു കൂടല്ലൂർ ആ നാട് ഒരു പ്രദേശമല്ല, ആ പ്രദേശത്ത് നിന്ന് അദ്ദേഹം കുറേ മെറ്റീരിയൽസ് കണ്ടെടുക്കുകയാണ്. ഏത് എഴുത്തുകാരനും അയാളെ പ്രചോദിപ്പിക്കുന്ന കുറേ മെറ്റീരിയൽസ് കിട്ടും. ഇപ്പോൾ കൂടല്ലൂർ സത്യത്തിൽ ലോക സാഹിത്യ ഗ്രാമങ്ങളിലൊന്നാണ്. ഇപ്പോൾ ഈ സുരേഷിനൊക്കെ അറിയാം, യോക്കന പട്ടാഫ എന്ന് പറയുന്ന ഫോക്നറുടെ യോക്കന പട്ടാഫ, തോമസ് ഹാർഡിയുടെ വെസെക്സ്, മെക്കൊണ്ട, മാർക്കേസ് ഉണ്ടാക്കിയ മെക്കൊണ്ട, അതുപോലെ ഒരു ഗ്രാമമായിട്ട് ലോക സാഹിത്യത്തിൽ നമ്മുടെ കൂടല്ലൂരിനെ അദ്ദേഹം മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മെറ്റീരിയലാണ് അത് ഉപയോഗിച്ചത്. പക്ഷേ ആ കഥാപാത്രങ്ങൾ എവിടെയുള്ളവരാണ്? ഭ്രാന്തൻ വേലായുധൻ എവിടെയുണ്ടാകാം, ഗോവിന്ദൻകുട്ടി എവിടെയുണ്ടാവാം. ഈ അവസാനത്തെ നോവലിൽ വാരാണസിയിൽ അതിലെ സുധാകരൻ ആത്മപിണ്ഡം സമർപ്പിച്ച ആളാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ഞാൻ അങ്ങനെ ഒരു കഥാപാത്രത്തെ കണ്ടില്ല. എനിക്ക് വേണ്ടി ആരും പിണ്ഡം വെക്കണ്ട, പിതൃക്രിയ ചെയ്യണ്ട, മരിച്ചുപോയാൽ ആരും പിതൃക്രിയ ചെയ്യാനില്ലാത്തവർക്ക് വേണ്ടി സ്വയം ആത്മപിണ്ഡം സമർപ്പിക്കാൻ വാരാണസിയിലും സൗകര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയംപൂർണ്ണനായിരുന്നു. നിങ്ങളാരും എനിക്ക് വേണ്ടി പിണ്ഡം വെച്ചില്ലെങ്കിലും ഞാൻ ആത്മപിണ്ഡം കൂടി സമർപ്പിച്ചാണ് പോകുന്നത് എന്നുള്ള അതൊരു ധിക്കാരല്ല, ഒരു ആത്മപൂർണ്ണ ബോധ്യമാണ്. തന്നിൽ പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്ന ഒരാൾ. അതാണ് അദ്ദേഹത്തിൻ്റെ മൗനത്തിൻ്റെ ഒരു കാരണം. വിമർശനങ്ങളോട് പ്രതികരിച്ചിട്ടില്ല ഒരിക്കൽ. ഈ തുഞ്ചൻ പറമ്പിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ പ്രശ്നമുണ്ടായി. തുഞ്ചൻ പറമ്പിൽ കോട്ടേജുകൾ ഉണ്ടാക്കുന്നത് മദ്യപാനം കുടിക്കാനാണെന്നൊക്കെ. മദ്യം കുടിക്കാനല്ല, മദ്യപാനം കുടിക്കാമെന്ന് പറയുന്ന ആളാരാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം, അങ്ങനെ പ്രയോഗിക്കുന്ന ഒരാൾ. അങ്ങനെ വലിയ വിവാദം ഉണ്ടായപ്പം മനസ്സ് മുട്ടിയൊരു ഘട്ടത്തിൽ ഞാനൊക്കെ ചോദിച്ചു, നമ്മൾ പ്രതികരിക്കണ്ടേ? നോക്കിട്ട് പറഞ്ഞു, വർത്തമാനമല്ല പ്രവൃത്തി മതി, മറുപടി ഒന്നും പറയണ്ട. അങ്ങനെ തുഞ്ചൻപറമ്പ് 32-33 കൊല്ലം കൊണ്ട് ലോക മാതൃകയാക്കി കാണിച്ചു തരാച്ച്. അപ്പം അങ്ങനെ അദ്ദേഹം ഹൃദയം കൊണ്ട് വെല്ലുവിളിച്ചിട്ടാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത്. മരണം 78-ൽ തൊട്ടടുത്തെത്തി മടങ്ങിപ്പോയി. പുറത്തറിയാത്തൊരു കാര്യം, അന്നത്തെ പത്രാധിപർ, ആളുടെ പേര് പറയുന്നില്ല, 8 മണിക്ക് പേജ് കണ്ടിട്ട് പോകും. പക്ഷേ താരമൊക്കെ കേട്ടറിയുണ്ടാവും. 6 മണിക്കാരോ എന്ന് പറഞ്ഞു MT സിംഗിങ് സ്റ്റേജിലാണ്. മാതൃഭൂമിയുടെ സ്വന്തം ആളാണ്. മരിച്ചിട്ട് മാതൃഭൂമിയിൽ മുഖപ്രസംഗമില്ല, ഞാൻ മോശമല്ലേ? അപ്പോൾ എഡിറ്റർ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, എഡിറ്റർ ഒരു മുഖപ്രസംഗം ഡമ്മി എഴുതി വെച്ചു. അതിൻ്റെ പ്രൂഫ് കാണണം അദ്ദേഹത്തിന് നിർബന്ധം. അപ്പോൾ ഒറിജിനൽ മുഖപ്രസംഗമുണ്ട്. അഥവാ MT മരിച്ചാൽ കൊടുക്കാൻ വേണ്ടി അകാലത്തിൽ പൊലിഞ്ഞു പോയ പ്രതിഭ എന്നൊരു മുഖപ്രസംഗം എഴുതി 8 മണിക്ക് പത്രാധിപർ പോകുന്നതിന് മുമ്പ് പ്രൂഫ് നോക്കാൻ ഒരു കോപ്പി എടുത്ത് പ്രൂഫ് മെഷീനിലെടുത്ത് കൊണ്ടു കൊടുത്തു. അത് നോക്കി പ്രൂഫൊക്കെ തിരുത്തി കൊടുത്തു. അടിക്കുന്നതിന് മുമ്പ് ചോദിച്ചിട്ടേ ചെയ്യാവൂന്ന്. പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചപ്പോൾ MTയുടെ സിംഗിങ് സ്റ്റേജ് മാറിയെന്നു. ആ ബാക്കി മാറ്റി വെച്ച് അടിച്ചിട്ട് പോയി. MT രോഗം മാറി മാതൃഭൂമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഫോർമാൻ ഇത് എടുത്തു വെച്ചിരുന്നു, MTക്ക് കാണിച്ചു കൊടുത്തു. MT മരിച്ചാൽ എഴുതാൻ സാധ്യതയുള്ള മുഖപ്രസംഗം 78-ൽ വായിച്ച സുഹൃതം അതാണ്. സുഹൃതം അത് അനുഭവമാണ്. താൻ മരിച്ചാൽ തൻ്റെ മേലാളൻ എഴുതാൻ സാധ്യതയുള്ള മുഖപ്രസംഗം വായിച്ചിട്ട് പിന്നെയും 53 വർഷം ജീവിച്ച ആളാണ്. അപ്പം ജീവിതം അദ്ദേഹത്തിന് നിസ്സാരമൊന്നുമായിരുന്നില്ല. കഷ്ടപ്പാടുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു വന്നതാണ്. അതൊക്കെ അതിൻ്റെയൊക്കെ പരുക്ക് ആ മുഖത്തുണ്ടായിരുന്നു. അതൊന്നും പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും ആ മുഖത്തെ ഒരു ഗൗരവത്തിൽ ഈ കടന്നു പോകുന്ന യാതനകൾ എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ആത്മാവിൽ സഹിച്ചു. അതെല്ലാം ആത്മാവിൽ സഹിച്ചാണ് അദ്ദേഹം നമുക്ക് വേണ്ടി പലതും തന്നത്. ചോദ്യത്തില് സെഷനെ കുറിച്ച് പറഞ്ഞാല് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ MT ഒരു സ്ത്രീപക്ഷവാദിയാണെന്ന് കൂടി സമർപ്പിച്ച് ലളിതമായും സമർത്ഥമായി സമർപ്പിച്ച സാഹചര്യത്തിൽ സെഷൻ മനസ്സിലായി തോന്നുന്നു. പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഥകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ അമർന്ന MTയെ ഈ സംഭാഷണകാരനിലൂടെ നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് മനസ്സിലാക്കി തന്ന സാറിന്റെ വളരെ വളരെ പറഞ്ഞു. ചോദ്യം എന്ന് പറയുന്നത് സാർ പറഞ്ഞു മലയാളികളുടെ എന്താ പറയുക ഒരു നരവംശ സ്വഭാവം തന്നെ എന്ന് പറയുന്നത് ഇവരോടുള്ള കമ്പമായാലും അവരുടെ ഒരു അനാഥത്വമായാലും ക്ഷമേരിയ
വിഷാദഭാവം എന്ന് പറഞ്ഞു. അപ്പൊ അത് എനിക്ക് തന്നെ സാറിനോട് എന്തെങ്കിലും അതിന്റെ മലയാളി സമൂഹ ഭാവത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടെങ്കിൽ പറയും. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓർക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സമയത്ത് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ചുറ്റും നോക്കുമ്പോൾ കരച്ചിലുകൾ കേൾക്കാനുണ്ട്, ഒറ്റപ്പെട്ടവരുണ്ട്, ദുഃഖിതരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവരൊന്നും നമുക്ക് രക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇത് പറയാൻ എഴുത്തുകാരന് സാധിക്കും എന്ന രീതിയിൽ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മനോഭാവം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കാലത്തിൻ്റെ ആണത്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ കാലം, ഒരു ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു ജനതയുടെ കാലം, പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാവുന്ന കാലം. അപ്പം അതിൽ ഈ ഏകാന്തതയിൽ നമ്മൾ അനുധ്യാനം ചെയ്യുന്ന കുറേ അനുഭവങ്ങളെയും സൃഷ്ടിച്ചിട്ടാണ് ഇപ്പോഴും നമ്മൾ ചങ്ങമ്പുഴ വായിക്കുമ്പോൾ ഒരു നഷ്ടകാലം, മണലണിക്കാടുകളോ മരതക ഗാന്ധിയോ ഒക്കെ പോയില്ലേ. കുഞ്ഞിരാമൻ നേരെ വായിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട കേരളം, പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഈ വികാരമാണ്. കാരണം പുഴകളില്ല. വയലാറിൻ്റെയൊക്കെ പാട്ടുകൾ എത്രയോ പുഴകൾ, പ്രകൃതി, ഞാറ്റുവേലകൾ എല്ലാം നിറഞ്ഞൊരു കേരളം, 44 നദികളും നിറഞ്ഞൊഴുകിയിരുന്നൊരു കാലവും, കായലുകൾ പരപ്പുണ്ടായിരുന്ന, വയൽപ്പരപ്പുകൾ ഉണ്ടായിരുന്ന ഈ സഹ്യപർവ്വതം തൊട്ട് ഭാരതപ്പുഴ വരെ, അറബിക്കടൽ വരെ 2 വശത്ത് ഇത്രയും മനോഹരമായ പ്രകൃതി നമ്മളെ ചൂഴ്ന്നു നിൽക്കല്ലേ. നെടുനീളത്തിലൊരു കടൽ കിടക്കുന്നു, നെടുനീളത്തിൽ സഖ്യപർവ്വത ശൃംഗം കിടക്കുന്നു. ഇഷ്ടംപോലെ പ്രകൃതിരമണീയമായ ജീവിത അനുഭവങ്ങളൊക്കെ അക്കാലത്താണ് രേഖപ്പെടുത്തപ്പെട്ടത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും വരുന്നില്ല. ഓണത്തെക്കുറിച്ച് ഇപ്പോൾ ആരെങ്കിലും കവിത എഴുതാറുണ്ട്? ഓണം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു കുട്ടികളാരും ഓണത്തെക്കുറിച്ച് എഴുതുന്നില്ലല്ലോ. ഞാനിപ്പോൾ പറയാം, ഇപ്പം ജയേന്ദ്രനോട് ഈ വികാരം തോന്നിയത് എംടിയോട് തോന്നിയ പോലെ തന്നെയാണ്. ജയേന്ദ്രൻ ഇതുപോലത്തെ ഒരാളാണ്. ജയേന്ദ്രനേക്കാൾ വലിയ പാട്ടുകാരനാണ് യേശുദാസ് പക്ഷെ ഗന്ധർവനാണ്. ഗന്ധർവ ലോകത്ത് നിന്ന് ഇങ്ങനെ വരുന്ന ഒരാളാണ്. നമുക്ക് അങ്ങനെ അടുത്തേക്ക് ചെല്ലാനൊന്നും പറ്റില്ല. ജയചന്ദ്രൻ നമ്മുടെ വീട്ടിലൊരാളാണ്. നമുക്ക് നമ്മുടെ ഒരാളെ പോലെ പെരുമാറാം. അതുപോലെ MT ഗൗരവത്തിലിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഒപ്പം ഉള്ള ഹൃദയം കൊണ്ടുള്ള ഒരാളാണ്. ഞാൻ ജയന്ദ്രനെ കൂടി പറഞ്ഞു, ജയന്ദ്രൻ MT തമ്മിൽ ഒരുപാട് ബന്ധങ്ങൾ തോന്നി. അടുത്ത് മരിച്ചു പോയപ്പോഴേ ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് കോളേജിൽ പഠിക്കുമ്പോൾ ഈ MTയുടെ കഥകളൊക്കെ വായിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാലത്ത് നേരത്തെ പ്രണയങ്ങൾ തുടങ്ങുന്നൊരു കാലം. പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ കവിത വായിച്ച് സ്കൂളിൽ സമ്മാനം കിട്ടിയ ഒരു കുട്ടി കോളേജിൽ വന്ന് ചേർന്നു. അവളെ ചേച്ചി എൻ്റെ കൂടെ പഠിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പുസ്തകം വായിക്കാൻ വലിയ താല്പര്യമാണ്, പുസ്തകം കൊടുക്കണം എന്ന് പറയുമ്പോൾ ലൈബ്രറി എടുത്ത പുസ്തകങ്ങളൊക്കെ തന്നെയായിരിക്കും. പുസ്തകം കൈമാറിയിട്ട് തുടങ്ങിയ ഒരു സൗഹൃദം. ഒരു ദിവസം ആ കുട്ടി പുസ്തകം തിരിച്ചു വന്നപ്പോൾ അതിലുണ്ട്, മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, നിൻ മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ. അതോട് എൻ്റെ കൈയും കാലൊക്കെ കുറച്ചു. കാരണം ജീവിതത്തിലാദ്യമായിട്ട് ഒരു പെൺകുട്ടി എഴുതിയിരിക്കുക. അപ്പോൾ പ്രേമലേഖനം തിരിച്ചെഴുതാനൊന്നും അറിയില്ല. അപ്പോൾ അത്രയുള്ളൊരു ആയിട്ടില്ല, അഡോളസൻസ് പീരീഡ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അവൾ ഈ വരിയല്ലേ എഴുതിയിരിക്കുന്നത്, നീ അതിൻ്റെ ബാക്കി എഴുതി കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി എഴുതി കൊടുത്തു. ആ പാട്ട് കേട്ടാൽ ഞാൻ ആ കാലം ഓർക്കും. ഇന്ദുവദനേ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ ഇന്ദ്രനീലാഭതൂകും നിന്മലർമിഴിയുമായി സുന്ദരി അങ്ങനെ ഞാൻ ഇണങ്ങുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. ഇതുപോലെ ആ കാലത്തെ ഏതെങ്കിലുമൊക്കെ പാട്ട് കേട്ടാൽ നമുക്ക് ഈ നഷ്ടകാലങ്ങൾ ഓർമ്മ വരും. അതുപോലെ MT വായിക്കുമ്പോഴും ഏതോ നഷ്ടകാലം ഓർമ്മ വരും. എനിക്ക് പിന്നെ അവിടെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. 3-4 പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുത്തു. അപ്പോഴേക്കും ആ കാലത്തിൽ ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ചെറിയ പ്രായം. അങ്ങനെ എൻ്റെ ആദ്യത്തെ പ്രണയം അലസിപ്പോയി. പിന്നെ പ്രണയമൊന്നും ഉണ്ടായതുകൊണ്ടായില്ല. പിന്നെ കല്യാണം കഴിച്ച കാമുകിയെ തന്നെ പ്രേമിച്ച് ജീവിച്ചു. പക്ഷേ ഈ ഒരു കാലം നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ കിടക്കും. ഇപ്പം MT സംവദിക്കുന്നത് വാസ്തവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതും ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല, അതിന് ഒരു കാലത്തും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്തതുമായ ഒരു കാലമാണ്. MTയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ MT അമ്മയെക്കുറിച്ച്, അമ്മയാണ് ഗ്രാമം. അമ്മ 18 വയസ്സിൽ മരിച്ചുപോയി. പാലക്കാട്ട് പഠിക്കുകയായിരുന്നു. ക്യാൻസറിന് ചികിത്സിക്കാൻ വേണ്ടി മദ്രാസിലേക്ക് ജ്യേഷ്ഠൻ ഗോവിന്ദൻ നായരാണ് കൊണ്ടുപോയത്. പാലക്കാട്ട് വിക്ടോറിയ കോളേജിൽ നിന്ന് ജംഗ്ഷനിൽ പോയി അമ്മയെ കാണുന്നുണ്ട്. വിത്തുകൾ എന്ന കഥയിൽ അത് എഴുതിയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ബസ്സിനകത്ത് വണ്ടി പോകാൻ അധികം നേരമില്ല.
വാസു പൊക്കോ, വണ്ടി പോവും. എന്നിട്ട് അമ്മ ഇങ്ങനെ കോന്തലക്കെട്ട് അഴിച്ചു. കോന്തല എന്ന് പറഞ്ഞത് മനസ്സിലാവില്ല. പഴയ സ്ത്രീകളൊക്കെ മുണ്ടിൻ്റെ കോന്തലക്കലാണ് അവർക്ക് കിട്ടിയ പൈസയൊക്കെ കെട്ടി വയ്ക്കുക. കോന്തലക്കെട്ട് അഴിച്ചൊരു വെള്ളി ഉറുപ്പിക കയ്യിൽ വെച്ചു. എന്തിനാ അമ്മേ ഇതെന്ന് ചോദിച്ചു. ആവശ്യം വരും, നീ കയ്യിൽ വെച്ചോ. അങ്ങനെ കയ്യിലൊരു വെള്ളി ഉറുപ്പിക വെച്ച് കൊടുത്ത് തെക്കോട്ട് പോയ ഒരു വണ്ടിയിൽ നിന്ന് എന്നേക്കുമായി യാത്ര പറഞ്ഞു പോയ ഒരമ്മ എംടിയുടെ കഥകളിലുടനീളമുണ്ട്. ആ അമ്മ കഥയിലൊക്കെ പലയിടത്തും വരുന്നുണ്ട്. ഈ ഒരു വികാരമാണ് ഇത്, നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത്തരം അനുഭൂതികളുടെ അലിവിൻ്റെ നിമിഷങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിലാണ് MT കൂടുതൽ പ്രവർത്തിക്കുക. ഇനിയുള്ള കാലമായിരിക്കും MT കൂടുതൽ പ്രവർത്തിക്കുക. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കേരളം തിരിച്ചെടുക്കണമെങ്കിൽ MTയുടെ സാഹിത്യവും കുഞ്ഞിരാമൻ നായരുടെ കവിതയും കുറേ സിനിമ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ ഇനി ഒരിക്കലും ആ കേരളം തിരിച്ചു വരില്ല. അങ്ങനെ വ്യാമോഹിക്കുക വേണ്ട. ആ കേരളമല്ല, ആ ലോകവും തിരിച്ചു വരില്ല. നമുക്കൊരു പക്ഷേ നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കുന്നത് ഇപ്പോഴും ആ ലോകത്ത് തന്നെയാണ്. നമ്മൾ പുതിയതാവാൻ വേണ്ടി പല വേഷവും മാറി കളിച്ചാലും, പ്രച്ഛന്ന വേഷം കെട്ടി ആടിയാലും, ആ പ്രച്ഛന്ന വേഷമാണ് ഞാൻ പറഞ്ഞത്. അകത്ത് തനി ഗ്രാമീണരായ, ഒന്ന് തൊട്ടാൽ കരഞ്ഞു പോകുന്ന, ഒരു കൈതപ്പൂവിൻ്റെ മണം കേട്ടാൽ റൊമാൻറ്റിക്കായി പോകുന്ന ഒരു പാവം മലയാളിയുണ്ട്. ആ മലയാളിയുടെ എഴുത്തുകാരനാണ് MT. അതുകൊണ്ട് ആ മലയാളി മരിക്കില്ല, MT മരിക്കില്ല. മലയാളി അസോസിയേഷനിൽ വന്നിട്ട് ഒരുപാട് നാളായി. വാസി അങ്കിളിനെയും മിസ്റ്റർ സുധീറിനെയും കണ്ട വളരെ സന്തോഷം. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മിസ്റ്റർ ഉല്ലാസ് ടീമിനും അഭിനന്ദനം. വളരെ ഗംഭീരമായി ഓർഗനൈസ് ചെയ്തു. പിന്നെ ലീലാകൃഷ്ണൻ സാറിന് ആലങ്കോട്, ലീലാകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനടുത്തൊരു ആലങ്കോട്, ആറ്റിങ്ങലിനടുത്തൊരു ആലങ്കോട്. യൂട്യൂബിലെപ്പോഴും സാറിന്റെ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടു. നമ്മൾ ആ ആലങ്കോടാണെന്നൊരു സംശയം തോന്നി. അതൊക്കെ അങ്ങനെ തോന്നി, ഈ ആലങ്കോടാണോ എന്തായാലും അതെല്ലാം സാറിനെ പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ എന്തായാലും ഗംഭീരമായിരുന്നു. യൂട്യൂബിൽ കേട്ടതുപോലെ സാറിന് ഇത്രയും ഡെപ്ത് ഉണ്ടെന്ന് ഞാൻ യഥാർത്ഥത്തിൽ വരണമെന്ന് സംശയിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിനായിട്ട് അതൊരു വലിയ നഷ്ടമായി പോയെന്ന്, വലിയ നഷ്ടമായി പോയെന്ന്. ഒന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടമായി പോയെന്ന് ഞാൻ സ്വയം ചിന്തിക്കുന്നു. പിന്നെ ഇതിനെപ്പറ്റി എല്ലാവരും എൻജോയ് ചെയ്തു. ഞാൻ ശരിക്കും എനിക്ക് എന്റെ സന്തോഷം ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. എന്നാലും എനിക്ക് സാഹിത്യത്തിൽ വലിയ കഷ്ടമൊന്നുമില്ല. എന്നാലും സാറിന്റെ അവതരണ രീതിയിൽ എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം, MTയോട്, MT വാസുദേവൻ നായരോട് ഇത്രയും അടുത്ത് ഇനിയുള്ള ആ ലൈനിൽ ആരാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? MTക്ക് പകരമായിട്ടൊരാൾ വരാൻ സാധ്യതയില്ലെങ്കിലും സി രാധാകൃഷ്ണനെപ്പോലുള്ള ഒരു എഴുത്തുകാരനുണ്ട് ഇപ്പോഴും. വാസ്തവത്തിൽ വേണ്ടത്ര മനസ്സിലാക്കപ്പെടാതെ പോയ നിളാതീരത്തിൻ്റെ തന്നെ ഒരു നല്ല എഴുത്തുകാരനാണ്. ഈ MTക്ക് ശേഷം ആ നാടിൻ്റെ കഥകൾ പറഞ്ഞ് ഒരുപക്ഷെ ശാസ്ത്രീയതയിലൂടെ കുറച്ചുകൂടി പുതിയ കാലം, ഇപ്പം ഒടുക്കം വന്ന കാലം കാത്തുവെക്കുന്നതൊക്കെ ഒരു സാർവലൗകികമായ നോവലാണ്. പുഴ മുതൽ പുഴ വരെ തുടങ്ങി കാലം കാത്തുവെക്കുന്നത് വരെ എഴുതിയ വലിയൊരു എഴുത്തുകാരനാണ്. ശരിക്കും രാധാകൃഷ്ണൻ ആ രീതിയിൽ മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. ഇത്രത്തോളം ജനകീയനല്ല, ഭാഷ ഇത്രയും നല്ല ശില്പമല്ല. അങ്ങനെയുള്ള എഴുത്തുകാർ ഇനിയുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ സേതുവിനെ പോലെയൊക്കെ ഉള്ള വ്യത്യസ്തരായ എഴുത്തുകാരൊക്കെ ഉണ്ട്. പക്ഷേ MTയെ പോലെ ഒരു എഴുത്തുകാരൻ ഇനി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വക്കം ഖാദറിൻ്റെ അനുജൻ്റെ മകനാണ്. എനിക്ക് അദ്ദേഹത്തോടൊരു ബന്ധം. വക്കം ഖാദറിനെ കുറിച്ച് പണ്ട് ഞാൻ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. പറയാനല്ല, കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അവസാനിക്കില്ല. ഇന്നിപ്പം ഭാസിയേട്ടനോട് ഇരിക്കുന്നു. നമ്മൾ 52 വന്ന ആളാണ് ഭാസിയേട്ടൻ, MK ഭാസി. തോൽവിതൻ
പട്ടടച്ചാരത്തിൽ നിന്നിതാ അല്ലെ, തോൽവിതൻ പട്ടടച്ചാരത്തിൽ നിന്നിതാ. ഏതാ കവിത? ഫിനിക്സിനെ കുറിച്ചുള്ള കവിത ഓർമ്മയുണ്ടോ? വാസേട്ടൻ്റെ വരികളാണ്. വീണ്ടും ഉണർന്നു പറക്കാൻ സ്വർണപ്പക്ഷിക്ക് തൂവലും ചിറകും നൽകിയവർക്കൊക്കെ നന്ദി എന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഈ തോൽവിതൻ പട്ടടച്ചാരത്തിൽ, ഇത് വാസേട്ടൻ്റെ വരികളാണ്. തോൽവിതൻ പട്ടടച്ചാരത്തിൽ വീണടിഞ്ഞു പോയവർക്കൊക്കെ സ്വർണ്ണച്ചിറക് നൽകി പുനരുജ്ജീവിപ്പിച്ച് ഫിനിഷ് പക്ഷികളെ പോലെ ആക്കുന്ന ഒരു പണിയാണ് നല്ല എഴുത്തുകാർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോൽക്കുമ്പോൾ സ്വന്തം മണ്ണിനെ പുണർന്നു കിടന്ന് ശക്തി സംഭരിക്കുന്ന ട്രോജൻ പടയാളിയെ പോലെ ജീവിതത്തിൽ തളരുമ്പോഴൊക്കെ ഞാൻ കൂടല്ലൂരിലേക്ക് വരുന്നു എന്ന് എം ടി പറഞ്ഞു. അങ്ങനെയാണ്. ഇടയ്ക്ക് നാട്ടിൽ പോയി വന്നാൽ നിങ്ങൾ തളരില്ല. അതിനിടയ്ക്ക് സുഖപൂരയോട് ഞാൻ പറയാതാണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ നാട്ടിൽ വന്ന് ആ മണ്ണിനെ കെട്ടിപ്പുണർന്ന് ഊർജ്ജം സംഭരിച്ച് വീണ്ടും മലയാളിക്ക് മാതൃഭാഷയും മാതൃഭൂമിയും പൊക്കിൾക്കൊടി മറവ് ചെയ്ത മണ്ണും. ഇപ്പം അങ്ങനെ പൊക്കിൾക്കൊടി മറവ് ചെയ്യാറില്ല, ഏതെങ്കിലും ആശുപത്രിയിലായിരുന്നു. പണ്ട് വീട്ടിൽ പ്രസവിക്കുമ്പോൾ ആ പൊക്കിൾക്കൊടി മുറിച്ച് അവിടെ മറവ് ചെയ്യും മണ്ണിൽ. ആ മണ്ണിൻ്റെ വിളി മരിക്കുന്നത് വരെ വിട്ടുപോയില്ല എന്നാണ് പറയാം. ആ വിളിയാണ് എം ടിയിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എം ടി അതൊക്കെ രേഖപ്പെടുത്തിയിട്ടാണ് പോയത്. എത്ര ആ രംഗത്തിലെ കഥകളി കലാകാരൻ, എത്ര കഥാപാത്രങ്ങളാണെന്നറിയോ? ഏറ്റവും അതിവ്യത്യസ്തങ്ങളായ ഭൂഖണ്ഡങ്ങളിലൂടെ എം ടി പോയത് ഈ കൂടല്ലൂരിലെ കഥാപാത്രങ്ങളോട്. കൂടല്ലൂരിലെ ആളുകളാണ് ഇതിലൊക്കെ. ചെറിയ ചെറിയ മനുഷ്യരിൽ നിന്നാണ് ഈ വലിയ ലോകം എം ടി ഉണ്ടാകുന്നത്. ഇതൊരു മാന്ത്രികതയാണ്. അത് എങ്ങനെയാണ് ആ മായാജാലം അങ്ങനെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. അതൊരു വല്ലാത്ത കെമിസ്ട്രിയാണ്. ഞാൻ ഷാജി. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ എം ടി സാറിനെ കാണാൻ ഒരവസരം കിട്ടിയപ്പം പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കോഴിക്കോട് പോയി സാറിനെ കാണാനുള്ളൊരു അവസരം കിട്ടി. വളരെ ഒരു ഭാഗ്യം, സന്തോഷം, പുണ്യമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അന്നേരം ഞാൻ എപ്പോഴും എം ടി സാറിനെ കുറിച്ച് അറിയുമ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ ഒരു തൻ്റെ അടിയിൽ താങ്ങൂന്നി ആ ഒരു തൻ്റെതായിട്ടുള്ള വഴിവെട്ടി തൻ്റെ മാർഗത്തിൽ കൂടെ നടന്ന ഒരു സാഹിത്യകാരൻ, മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരൻ. അപ്പം സാറ് മറ്റേ കാണാനുള്ള അവസരങ്ങൾ ശാരീരികമായ പ്രശ്നമുള്ള അവസരം കൊണ്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ സാറിൻ്റെ പുറത്ത് എം ടി സാറിൻ്റെ പുറത്ത് കൈ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ചു. സാറ് ആ ചൂണ്ടുകൊണ്ടൊന്ന് നോക്കി ആ കാട്ടിലെ സിംഹം പ്രായമായപ്പോൾ അവർക്ക് ആ ഒരു തോട്ടമായിരുന്നു, ആ എടുത്തോളൂ എന്നുള്ളത് വളരെ സന്തോഷമായി തോന്നി. ഞാൻ അത് സിതാരയിലാണ് സാറിന് താമസം. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ സഹോദരത്തിനും കൂടെ ഫോട്ടോ എടുത്ത് കൂടല്ലൂരിൻ്റെ സാഹിത്യകാരൻ നിന്ന് ആ മിഠായി തെരുവിലെ അതിരണിപ്പാടത്തിൻ്റെ SKയുടെ ആ പ്രതിമ എടുത്ത് പോയി ഒരു ദേശത്ത് നിന്ന് തിരിച്ചു പോകുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പം നമ്മളെ ആ പ്രൊഫൈൽ പിക്ചറിനകത്ത് എം ടി സാറിൻ്റെ പടം ഉണ്ടായിരുന്നു. അപ്പം സാറ് പറഞ്ഞു, ദിരാശ് സാർ പറഞ്ഞു, പുള്ളിയുടെ ഓരോ ഭാവങ്ങളും ഓരോന്നാണ്. അതെന്താണ്, എന്തായാലും ഉദ്ദേശിക്കുന്നത്? രൗദ്രമാണോ, കോപമാണോ, ആ വീശയും ആ പുരികം കൊണ്ടിരുന്നു? അതാണ് അത് എം ടിയുടെ സ്ഥായിയായ ഭാവമാണ്. അത് വിരോധമൊന്നുമല്ല, ഒരു നിർവേദമാണ് ശരിക്കും. ആ വാക്ക് ഒന്നിനോടും അങ്ങനെ ഒരു മമതയില്ല, ഒരു നിർവേദ ഭാവമാണ്. അതിങ്ങനെ എപ്പോഴും ആരോടും വെറുപ്പണം, ഇങ്ങനെ നോക്കിയിരിക്കും, എല്ലാം ശ്രദ്ധിക്കും. എം ടിയുടെ സൗഹൃദങ്ങൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഈ എവിടെയോ ഒരു ശത്രു